മനുഷ്യരോട് ദൈവത്തിന് പറയുവാനുള്ള ദൂത് അറിയിക്കുവാൻ ദൈവം എപ്പോഴും തിരഞ്ഞെടുത്തിട്ടുള്ളത് ദൈവത്തിൻ്റെ ഹൃദയഭാരം തിരിച്ചറിഞ്ഞിട്ടുള്ളവരെയാണ്. വെറുതെ എന്തെങ്കിലും വിളിച്ചു പറയുന്നത് കൊണ്ടായില്ല. വാസ്തവത്തിൽ ദൈവം കൊടുക്കുവാൻ ആഗ്രഹിക്കുന്ന ദൂതിലൂടെ എങ്ങനെയുള്ള ഒരു വികാരമാകുന്നു ജനങ്ങളിലേക്ക് പകരുവാൻ ആഗ്രഹിക്കുന്നത് എന്ന കാര്യം ദൂത് കൊടുക്കുന്ന ആൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ജീവസന്ദേശത്തിൻ്റെ ബൈബിൾ പഠന ക്ലാസ്സിലേക്ക് സ്വാഗതം. ദൈവം തനിക്ക് കീർത്തിയും പ്രശംസയും അലങ്കാരവുമാകേണ്ടതിന് വിളിച്ച് വേർതിരിച്ച ജനം അവിടുത്തെ നാമത്തെ ദുഷിപ്പിക്കുന്നത് വളരെ ശോചനീയമായ ഒരവസ്ഥയാകുന്നു. മടങ്ങിവരവിനുള്ള ആഹ്വാനം ശ്രദ്ധിക്കാത്ത ജനത്തെ വരൾച്ച, ക്ഷാമം, പകർച്ചവ്യാധികൾ തുടങ്ങിയവയാൽ ദൈവം സന്ദർശിക്കുന്നതാണ് യിരെമ്യാ പ്രവചനം 12 മുതൽ 14 വരെയുള്ള അധ്യായങ്ങളിൽ നമ്മൾ കാണുവാൻ പോകുന്നത്. യിരെമ്യാ പ്രവചനം 12 അധ്യായത്തിലേക്ക് വരുമ്പോൾ യഹൂദ രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വഷളായ ഒരു കാലത്തിലാണ് നാം പ്രവേശിക്കുന്നത്. ഒരേ ഒരു വെളിച്ചം ബാക്കിയുള്ളത് യിരെമ്യാവെന്ന ഈ പ്രവാചകൻ മാത്രമാണ്. യോശിയ രാജാവ് കൊല്ലപ്പെട്ടു. യിരെമ്യാവ് തൻ്റെ സ്വന്തം ദേശം വിട്ടുപോകുവാൻ നിർബന്ധിതനായി. ദുഷ്ടരായ മനുഷ്യർ സിംഹാസനത്തിൽ ഭരിക്കുവാനായി എത്തി. സാഹചര്യം കൂടുതൽ വഷളായി മാത്രമാണ് നാം കാണപ്പെടുന്നത്. ഈ പ്രത്യേക സാഹചര്യത്തിൽ യിരെമ്യാവിൻ്റെ ഹൃദയത്തിൽ സംശയമുണ്ടാകുന്നതായി നാം കാണുന്നു. യിരെമ്യാവല്ല, ആരാണെങ്കിലും ഇതുപോലെയുള്ള സംശയം ഉണ്ടാകുമല്ലോ. ഇരുണ്ട ചിന്തകൾ അവൻ്റെ മനസ്സിലേക്ക് കയറി വരികയും എന്തുകൊണ്ട് ദൈവം ചില കാര്യങ്ങളൊക്കെ അനുവദിക്കുന്നു എന്ന് ഓർത്ത് അവൻ അത്ഭുതപ്പെടുകയുമാണ്. ദൈവത്തിനു വേണ്ടി സത്യസന്ധമായി നിന്നിട്ടുള്ള എല്ലാ ദൈവമക്കളും ജീവിതത്തിൽ ചിലപ്പോഴെങ്കിലും ചോദിച്ചു പോയിട്ടുള്ള ചോദ്യമാണ്, ദൈവമേ, എന്തുകൊണ്ട് അങ്ങ് ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല എന്ന്. പലപ്പോഴും കാണുന്നത് ഏറ്റവും നല്ല ആളുകൾ കഷ്ടപ്പെടുന്നതാണ്. നിരപരാധികൾ ശിക്ഷിക്കപ്പെടുന്നു. മറ്റാരേക്കാളും ഏറെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുന്നത് നല്ല ആത്മീയരായ മനുഷ്യരാണെന്ന് തോന്നിപ്പോകും, ഇല്ലേ? എന്തുകൊണ്ട് ദൈവം ഇത് അനുവദിക്കുന്നു എന്ന് നാം പലപ്പോഴും അത്ഭുതപ്പെടുന്നുണ്ടാകും. ഇത് കണ്ടിട്ട് ദൈവത്തിൽ വിശ്വാസമില്ലാത്തവർ പറയും, വെറുതെയാണ് ദൈവം എന്നൊക്കെ പറയുന്നത് മനുഷ്യനെ പേടിപ്പിക്കുവാനുള്ള പരിപാടിയാകുന്നു. സങ്കീർത്തനക്കാരൻ പറഞ്ഞു, ദുഷ്ടൻ പ്രബലനായിരിക്കുന്നതും സ്വദേശീയമായ പച്ചവൃക്ഷം പോലെ തഴയ്ക്കുന്നതും താൻ കണ്ടു എന്ന്. 37-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പോലും അത് സംശയിച്ചു പോയി എന്ന് ഓർക്കണം. യിരെമ്യാവ് ദൈവത്തോട് സംസാരിക്കുന്നത് ശ്രദ്ധിച്ചാലും 12-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ, യഹോവേ, ഞാൻ നിന്നോട് വാദിച്ചാൽ നീ നീതിമാനായിരിക്കും, എങ്കിലും ന്യായങ്ങളെക്കുറിച്ച് ഞാൻ നിന്നോട് ചോദിപ്പാൻ തുനിയുന്നു. ദുഷ്ടന്മാരുടെ വഴി ശുഭമായിരിക്കാൻ സംഗതി എന്ത്? ദ്രോഹം പ്രവർത്തിക്കുന്നവരെയൊക്കെയും നിർഭയമായിരിക്കുന്നതെന്ത്? നീ അവരെ നട്ട് അവർ വേരൂന്നി വളർന്ന് ഫലം കായ്ക്കുന്നു. അവരുടെ വായിൽ നീ സമീപസ്ഥനായും അന്തരംഗത്തിൽ ദൂരസ്ഥനായും ഇരിക്കുന്നു. എത്ര മനോഹരമായിട്ട് യിരെമ്യാവ് അത് വിവരിച്ചിരിക്കുന്നു. ദൈവമേ, അവർ നിന്നെക്കുറിച്ച് സംസാരിക്കുന്നെങ്കിൽ തന്നെ നിന്നിൽ നിന്നും വളരെ വളരെ ദൂരത്തിലാകുന്നു അവർ അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ട് നീ അത് അനുവദിക്കുന്നു കർത്താവേ? അതായിരുന്നു യിരെമ്യാവിൻ്റെ ചോദ്യം. അത് തന്നെയാണ് എൻ്റെയും ചോദ്യം. പലതും കാണുമ്പോൾ, കേൾക്കുമ്പോൾ ഇതേ ചോദ്യം ദൈവത്തോട് ചോദിക്കുവാൻ ഞാൻ ആഗ്രഹിച്ചു. കർത്താവേ, നീ കാണുന്നില്ലേ? എന്തുകൊണ്ട് ഇത് നീ അനുവദിക്കുന്നു? അതിനുള്ള ഉത്തരം എൻ്റെ കൈവശമില്ല. യിരെമ്യാവിനോ ദാവീദിനോ അതിനുള്ള ഉത്തരമുണ്ടായിരുന്നു എന്ന് ഞാൻ കരുതുന്നില്ല. ദുഷ്ടൻ അഭിവൃദ്ധി പ്രാപിക്കുവാൻ ദൈവം അനുവദിക്കുന്നു. അവർ സ്വദേശീയമായ പച്ചവൃക്ഷം പോലെ പുഷ്ടി പ്രാപിക്കുന്നതും നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്.
സുവിശേഷ വേലയ്ക്കായി ത്യാഗപൂർവം കൊടുക്കുന്നവർ ഭൗമികമായി സമൃദ്ധി പ്രാപിക്കുന്നതിന് ദൈവം എന്തുകൊണ്ട് സഹായിക്കുന്നില്ല? ഞാനും അത് ദൈവത്തോട് ചോദിച്ചു. എന്നാൽ ഇതുവരെ എനിക്ക് തക്കതായ ഉത്തരം ഒന്നും ലഭിച്ചിട്ടില്ല. 3-ാം വാക്യത്തിൽ നാം കാണുന്നത്, എന്നാൽ യഹോവേ, എന്നെ നീ അറിയുന്നു. നീ എന്നെ കണ്ട് നിൻ്റെ സന്നിധിയിൽ എൻ്റെ ഹൃദയത്തെ ശോധന ചെയ്യുന്നു. അറുപ്പാനുള്ള ആടുകളെപ്പോലെ അവരെ വലിച്ചിഴക്കണമേ. കൊല ദിവസത്തിനായി അവരെ വേർതിരിക്കണമേ. യിരെമ്യാവ് പറയുന്നത്, കർത്താവേ, എന്തുകൊണ്ട് നീ അവരെ കുറ്റം വിധിക്കുന്നില്ല? ശിക്ഷ കിട്ടേണ്ടവർ അവരാണ്. 4-ാം വാക്യത്തിൽ നാം കാണുന്നത്, ദേശം ദുഃഖിക്കുന്നതും നിലത്തിലെ സസ്യമൊക്കെയും വാടുന്നതും എത്രത്തോളം! നിവാസികളുടെ ദുഷ്ടത നിമിത്തം മൃഗങ്ങളും പക്ഷികളും നശിച്ചു പോകുന്നു. ഇവൻ ഞങ്ങളുടെ അന്ത്യാവസ്ഥ കാണുകയില്ല എന്ന് അവർ പറയുന്നു. ദേശം എത്രത്തോളം ദുഃഖിക്കും? വേറൊരു വിധത്തിൽ പറഞ്ഞാൽ, കർത്താവേ, എന്തുകൊണ്ട് നീ എന്തെങ്കിലും ചെയ്യുന്നില്ല? യിരെമ്യാവോടും താങ്കളോടും എന്നോടും സകലരോടും ദൈവത്തിനുള്ള ഉത്തരം നാം അംഗീകരിക്കേണ്ട ഒന്നത്രേ. നമുക്ക് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലതാണത്, ദൈവം തരുന്ന ഉത്തരം. ദൈവം പറയുന്നു, ഞാൻ എന്താണ് ചെയ്യുന്നത് എന്ന് എനിക്കറിയാം കുഞ്ഞേ. നീ എന്നെ വിശ്വസിക്കൂ, എന്നിട്ട് എന്നിൽ ശാന്തമായിരിക്കൂ, വിശ്രമിക്കൂ. ഈ ഭാഗം യിരെമ്യാവ് ആരംഭിച്ചത് എങ്ങനെയെന്ന് ഓർക്കുന്നില്ലേ? യഹോവേ, നീ നീതിമാനാകുന്നു. അതെ സുഹൃത്തെ, ദൈവം ഇന്ന് ചെയ്യുന്നത് അത് നമുക്ക് എത്ര വിചിത്രമായി തോന്നിയാൽ തന്നെ അതാണ് ശരി. ഒരു ദിവസം അത് കാണേണ്ട പോലെ കാണുവാനും ഗ്രഹിക്കുവാനും നമുക്ക് സാധിക്കും. അവിടെയാണ് വിശ്വാസം പ്രവേശിക്കേണ്ടത്. നാം നടക്കുന്നത് കാഴ്ചയാലല്ല, വിശ്വാസത്താൽ അത്രേ. യിരെമ്യാവ് തനിയെ ദൈവത്തിനായി നിൽക്കുന്നു. യെഹോയാക്കീം എന്ന വഷളനായ രാജാവാകുന്നു സിംഹാസനത്തിൽ അപ്പോൾ ഇരുന്നത്. കാര്യങ്ങൾ കൂടുതൽ മോശപ്പെട്ട അവസ്ഥയിലേക്ക് പോകുന്നു. ഇനിയും എന്താണ് സംഭവിക്കുവാൻ പോകുന്നതെന്ന് പ്രവാചകൻ അത്ഭുതപ്പെടുകയാണ്. താൻ ആ സാഹചര്യത്തെ കൈകാര്യം ചെയ്തു കൊള്ളാമെന്ന് ദൈവം യിരെമ്യാവിന് ഉറപ്പ് നൽകിയിരിക്കുകയാണ്. 11-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ നാം വായിച്ചത്, മനോഹരമായ ഫലങ്ങളാൽ ശോഭിതമായ പച്ച ഒലിവ് വൃക്ഷം എന്ന് യഹോവ നിനക്ക് പേർ വിളിച്ചിരുന്നു. എന്നാൽ മഹാകോലാഹലത്തോടെ അവൻ അതിന് തീ വെച്ച് കളഞ്ഞു, അതിൻ്റെ കൊമ്പുകളും ഒടിഞ്ഞു കിടക്കുന്നു. റോമാലേഖനം 11-ാം അധ്യായത്തിൽ വിശുദ്ധ പൗലോസ് ഇതേക്കുറിച്ച് പറയുന്നത് നാം കാണുന്നുണ്ട്. നല്ല ഒലിവ് മരം മുറിച്ച് കളഞ്ഞിരിക്കുന്നു എന്ന്. ഈ ജനത്തോട് ദൈവം ചെയ്തതും ഇതുതന്നെയാണ്. ഇന്ന് അതേ വേരിൽ നിന്ന് അവൻ ഒരു കാട്ടൊലിവ് വളർത്തുന്നു. അത് താങ്കളും ഞാനുമാകുന്നു. ക്രിസ്തുവാകുന്ന ആ നല്ല ഒലിവിലേക്ക് സഭയെ ഇന്ന് ഒട്ടിച്ച് ചേർത്തിരിക്കുന്നു. അവനാണ് വരണ്ട നിലത്ത് നിന്നുള്ള വേര്. അവൻ ജീവൻ നൽകുന്നു. ദൈവം യിരെമ്യാവോട് പറയുന്നത്, ഞാൻ ഇത് നോക്കിക്കൊള്ളാം, ഇതിനോട് ഞാൻ ഇടപെട്ടുകൊള്ളാം. യിരെമ്യാവിന് കാണുവാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറമുള്ളൊരു വലിയ പരിപാടി ദൈവത്തിൻ്റെ പക്കലുണ്ട്. 5-ാം വാക്യം നാം കാണുന്നത്, കാലാളുകളോടുകൂടെ ഓടിയിട്ട് നീ ക്ഷീണിച്ചു പോയാൽ കുതിരകളോട് എങ്ങനെ മത്സരിച്ചോടും? സമാധാനമുള്ള ദേശത്ത് നീ നിർഭയനായിരിക്കുന്നു, എന്നാൽ യോർദാൻ്റെ വൻകാട്ടിൽ നീ എന്തു ചെയ്യും? ദൈവം യിരെമ്യാവോട് പറയുന്നത്, യിരെമ്യാവേ, നടക്കുവാൻ പോകുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഇത്രയും നീ അങ്ങ് പരവശനായാൽ നീ വാസ്തവത്തിൽ ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല. യിരെമ്യാവേ, സംഗതികൾ കൂടുതൽ വഷളാകുവാൻ പോവുകയാണ്. യിരെമ്യാവേ, ഇത്രയും കേട്ടപ്പോൾ നീ ആകെ വിഷമിച്ചെങ്കിൽ സംഗതികൾ ആകെ വഷളാകുമ്പോൾ നീ എന്തു ചെയ്യും? എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയരെ, ഇന്ന് നാം കാര്യങ്ങൾ മോശമായി പോകുന്നു എന്ന് തോന്നി വിഷമിക്കുന്നു എങ്കിൽ ഏറ്റവും മോശമാകുവാൻ പോവുകയാണ് എന്ന് ഞാൻ പറയട്ടെ. ആ അറിവ് താങ്കളെ ദൈവത്തിങ്കിലേക്ക് കൂടുതൽ അടുപ്പിക്കുമെന്ന് ഞാൻ ആശിക്കുന്നു. നാം കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന വിശദാംശങ്ങളെല്ലാം അവൻ നമ്മോട് പറഞ്ഞെന്ന് വരില്ല. എന്നാൽ അവൻ ശരിയായ കാര്യം മാത്രമേ എല്ലായ്പ്പോഴും ചെയ്യൂ എന്ന് നമുക്കവനെ ഉറച്ചു വിശ്വസിക്കാമെന്ന് ദൈവം നമ്മോട് പറയുന്നു. 9-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, എൻ്റെ അവകാശം എനിക്ക് പുള്ളിക്കഴുകനെ പോലെയോ, കഴുകന്മാർ അതിനെ ചുറ്റിയിരിക്കുന്നുവോ,
ചെന്ന് എല്ലാ കാട്ടുമൃഗങ്ങളെയും കൂട്ടിക്കൊണ്ട് തിന്മാൻ വരുവീൻ. ദൈവത്തിന് ഫലിതം ഇഷ്ടമില്ല എന്ന് ആരാ പറഞ്ഞത്? ഇവിടെ ദൈവം പറയുകയാണ്, യിരെമ്യാവേ, നീ ഒരു പുള്ളിക്കഴുകനാകുന്നു എന്ന്. ഓരോ കാക്കയും ചിന്തിക്കുന്നത് അതിൻ്റെ കുഞ്ഞാണ് മറ്റേതൊരു കാക്ക കുഞ്ഞിനേക്കാളും കറുത്തതെന്ന്. എന്നാൽ മുട്ട വിരിയുമ്പോൾ പുള്ളിയുള്ള കുഞ്ഞാണ് പുറത്തു വരുന്നതെങ്കിൽ അത് പറയുന്നത് വേറൊരു കഥയാണ്. യിരെമ്യാവ് ഒരു പുള്ളിക്കഴുകനെ പോലെയായിരുന്നു. ജനങ്ങൾ അവനോട് പറഞ്ഞു, ഞങ്ങൾ ചിന്തിച്ചു നീ ഞങ്ങളോടൊപ്പം നിൽക്കുമെന്ന്, നീ ഞങ്ങളിൽ ഒരാളാകുന്നു എന്ന് ചിന്തിച്ചു. എന്നാൽ നീ വ്യത്യസ്തമായൊരു പക്ഷിയാകുന്നു, ഒരു അപൂർവ പുള്ളിക്കഴുകനാകുന്നു എന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. താങ്കൾ ദൈവത്തിനു വേണ്ടി നിൽക്കുന്ന പക്ഷം താങ്കളെ ഒരു അപൂർവ പക്ഷിയായി മറ്റുള്ളവർ കാണുമെന്ന് മറക്കരുത്. 15-ാം വാക്യത്തിൽ നാം കാണുന്നത്, അവരെ പറിച്ചു കളഞ്ഞ ശേഷം ഞാൻ വീണ്ടും അവരോട് കരുണ കാണിച്ച് ഓരോരുത്തനെ അവനവൻ്റെ അവകാശത്തിലേക്കും ദേശത്തിലേക്കും തിരിച്ചു വരുത്തും. എന്തുകൊണ്ടാണ് പണമുള്ളവർ അഭിവൃദ്ധി പ്രാപിക്കുന്നത്? ദൈവം പറയുന്നു, യിരെമ്യാവേ, ഞാൻ ആ കാര്യം നോക്കിക്കൊള്ളാമെന്ന്. എന്നിട്ട് ദൈവം പറയുകയാണ്, ആ ജനം അടിമത്തത്തിലേക്ക് പോകുകയാണ്. എന്നാൽ ഞാൻ ദേശത്തെ ഓർത്ത് അതിനെ കടാക്ഷിക്കുവാൻ പോകുന്നു. ഞാൻ അവരെ ദേശത്തേക്ക് കൊണ്ടുവരുവാൻ പോകുകയാണ്. 13-ാം അധ്യായം വേറൊരു മഹത്തായ അധ്യായമാകുന്നു എന്ന് ഞാൻ പറയട്ടെ. ഇത് രസകരമായ ഒരു അധ്യായം തന്നെയാണ് 13-ാം അധ്യായം. കാരണം സാഹചര്യം ഭയാനകമായിരിക്കുമ്പോൾ തന്നെ താങ്കൾക്ക് ചിരിക്കാതിരിക്കാൻ കഴിയില്ല. ദൈവം യഹൂദയ്ക്കൊരു നല്ല ഉപമ കാണിച്ചു കൊടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതായത് അരക്കച്ചയുടെ ഉപമയാകുന്നു. യിരെമ്യാവ് എങ്ങനെയാകുന്നു ദൈവത്തെ അനുസരിക്കുന്നത് എന്നുകൂടി നമുക്കിവിടെ ഈ 13-ാം അധ്യായത്തിൽ നിന്നും പഠിക്കുവാൻ സാധിക്കും. ഞാൻ 13-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം തന്നെ വായിക്കാം. യഹോവ എന്നോട്, നീ ചെന്ന് ഒരു ചണനൂൽ കച്ച വാങ്ങി നിൻ്റെ അരയ്ക്ക് കെട്ടുക, അതിനെ വെള്ളത്തിലിടരുത് എന്ന് കൽപ്പിച്ചു. ചിരിക്കാനല്ലാതെ എന്ത് ചെയ്യാമല്ലേ? യിരെമ്യാവിന് വണ്ണം കൂടുകയായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. വാസ്തവത്തിൽ അവന് വണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു അരക്കച്ച വാങ്ങിക്കെട്ടുവാൻ ദൈവം അവനോട് പറഞ്ഞു. ഒരു വ്യക്തി എന്തെങ്കിലും ശുശ്രൂഷ ചെയ്യുവാൻ ഉള്ള സമയത്താണ് അരക്കച്ച അല്ലെങ്കിൽ ബെൽറ്റ് പോലെ കെട്ടിയിരുന്നത്. അരക്കച്ച ശുശ്രൂഷയുടെ അടയാളമാകും. തൻ്റെ ദാസന്മാർ അരകെട്ടിയിരിക്കണമെന്ന് ക്രിസ്തു പറഞ്ഞത് ഓർക്കുന്നില്ലേ? അതായത് അവർ ശുശ്രൂഷയ്ക്ക് തയ്യാറായിരിക്കണമെന്ന് കർത്താവ് പറഞ്ഞു. കർത്താവ് തന്നെ ഒരു തുവർത്ത് അരയിൽ കെട്ടി ശിഷ്യന്മാരുടെ കാലുകളെ കഴുകിയതോർക്കുന്നില്ലേ? ഇതിന് രണ്ടുവിധ അർത്ഥമുണ്ട്. ഒന്ന്, കർത്താവ് ഒരു യഥാർത്ഥ വലിയ ദാസൻ, തന്നോടുകൂടെയുള്ള കൂട്ടായ്മയ്ക്കായി അവരുടെ കാലുകളെ അവൻ കഴുകി അവരെ ശുശ്രൂഷയ്ക്ക് ഒരുക്കുകയായിരുന്നു. അവനോടൊപ്പം കൂട്ടായ്മ ഇല്ലാത്ത പക്ഷം ആർക്കും ശുശ്രൂഷിക്കുവാൻ കഴിയുകയില്ല. ശുശ്രൂഷ എന്നാൽ ക്രിസ്തുവിനോടുള്ള കൂട്ടായ്മയാകുന്നു. സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നതോ പാട്ട് പാടുന്നതോ പ്രസംഗിക്കുന്നതോ അല്ല ശുശ്രൂഷ. അതൊക്കെ ശുശ്രൂഷയായി നിങ്ങൾക്ക് ചെയ്യാം. ശുശ്രൂഷ എന്നാൽ അടിസ്ഥാനപരമായി ക്രിസ്തുവിനോടൊത്തുള്ള കൂട്ടായ്മയാകുന്നു. താൻ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിനായി ശുദ്ധി ചെയ്ത് ഉപയോഗിക്കുന്നതാണ്. വൃത്തികെട്ട പാത്രങ്ങൾ ദൈവം ഉപയോഗിക്കുന്നില്ല. ഈ അരക്കച്ച കൊണ്ട് വളരെ രസകരമായ ഒരു കാര്യം ചെയ്യുവാൻ ഇപ്പോൾ യിരെമ്യാവോട് ദൈവം പറയുന്നു. 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ അത് നമുക്ക് കാണുവാൻ സാധിക്കും. യഹോവയുടെ അരുളപ്പാട് 2-ാം പ്രാവശ്യം എനിക്കുണ്ടായതെന്തെന്നാൽ, നീ വാങ്ങി അരയ്ക്ക് കെട്ടിയ കച്ചയെടുത്ത് പുറപ്പെട്ട് ഫ്രാത്തിനരികത്ത് ചെന്ന് അവിടെ ഒരു പാറയുടെ വിള്ളലിൽ ഒളിച്ചു വയ്ക്കുക. യഹോവ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ ചെന്ന് അത് ഫ്രാത്തിനരികെ ഒളിച്ചു വെച്ചു. യിരെമ്യാവ് വാസ്തവത്തിൽ യൂഫ്രട്ടീസ് നദിക്കരയിൽ ചെന്ന് അരക്കച്ച ഒളിച്ചു വെച്ചോ എന്ന് എപ്പോഴും വാദിക്കാറുണ്ട്. പലരും സംശയിക്കാറുണ്ട്. ഞാൻ വിശ്വസിക്കുന്നത് അവൻ അങ്ങനെ തന്നെ ചെയ്തു എന്നാണ്. വളരെ അപൂർവമായൊരു കാര്യമാണ് അവൻ ചെയ്തത്. അങ്ങനെ ചെയ്തിട്ട് അവൻ മടങ്ങി വന്നപ്പോൾ ജനങ്ങൾ ചോദിച്ചു കാണും, യിരെമ്യാവേ, നീ എവിടെ പോയതാണ്? ഓ, ഞാൻ ബാബിലോൺ വരെ പോയി എന്നവൻ മറുപടി പറഞ്ഞു കാണും. നീ അവിടെ എന്തെടുക്കുകയായിരുന്നു? രാജാവിനെ കാണാൻ പോയതാണോ? ഞാൻ എൻ്റെ അരക്കച്ച ഒളിച്ചു വയ്ക്കുവാൻ പോയതായിരുന്നു എന്നവൻ മറുപടി പറഞ്ഞപ്പോൾ ജനം മുഴുവൻ ചിരിച്ചു കാണും. മണ്ടൻ, വിഡ്ഢി എന്നവർ ചിന്തിച്ചു കാണും.
6ഉം 7ഉം വാക്യങ്ങളിൽ നാം കാണുന്നത്, ഏറിയ നാൾ കഴിഞ്ഞ ശേഷം യഹോവ എന്നോട്, നീ പുറപ്പെട്ട് ഫ്രാത്തിനരികെ ചെന്ന് അവിടെ ഒളിച്ചു വയ്ക്കുവാൻ നിന്നോട് കൽപ്പിച്ച കച്ച എടുത്തുകൊള്ളുക എന്ന് അരുളി ചെയ്തു. അങ്ങനെ ഞാൻ ഫ്രാത്തിനരികെ ചെന്ന് ഒളിച്ചു വെച്ചിരുന്ന സ്ഥലത്ത് നിന്ന് കച്ച മാന്തിയെടുത്തു. എന്നാൽ കച്ച കേടുപിടിച്ച് ഒന്നിനും കൊള്ളരുതാതെ ആയിരുന്നു. യിരെമ്യാവോട് ദൈവം പറഞ്ഞത് അരക്കച്ച ധരിക്കണം, എന്നാൽ അത് നനയ്ക്കരുത് എന്നാണ്. എന്ന് പറഞ്ഞാൽ അത് കൂടുതൽ അഴുക്ക് പുരണ്ടതാകട്ടെ എന്നർത്ഥമാണ്. അതുകൊണ്ടാണ് നനയ്ക്കരുതെന്ന് പറഞ്ഞത്. ഞാൻ ചിന്തിക്കുന്നത്, ഒടുവിൽ വന്നപ്പോൾ അവന് ധരിക്കുവാൻ കഴിയാത്തതുപോലെ ആ അരക്കച്ച അങ്ങ് അഴുക്കായി എന്നത്രേ, വൃത്തികേടായി. നിങ്ങൾക്കറിയാമല്ലോ, യഹൂദ ജനത്തെ ഒരു പാഠം പഠിപ്പിക്കുവാൻ തുണിക്കഷ്ണം ബാബിലോണിൽ കൊണ്ടുപോയി ഒളിച്ചു വെപ്പാൻ ദൈവം കൽപ്പന കൊടുത്തു. ചില നാളുകൾക്ക് ശേഷം അവൻ മടങ്ങി വന്ന് അത് കുഴിച്ചെടുത്തപ്പോൾ യാതൊന്നിനും പ്രയോജനമില്ലാത്തതുപോലെ അത് നശിച്ചു പോയിരുന്നു. ഈ അത്യപൂർവ പ്രവർത്തനം കാണിക്കുന്നത് എന്താണെന്നറിയാമോ? 8-9 വാക്യങ്ങൾ. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇങ്ങനെ ഞാൻ യഹൂദയുടെ ഗർവവും യെരൂശലേമിൻ്റെ മഹാഗർവവും കെടുത്തുകളയും. ദൈവം അരുളി ചെയ്യുന്നത്, യഹൂദ ജനം നിരന്തരമായി അകൃത്യത്തിൽ താണുപോകുന്നതിനാൽ തിരിച്ചു വരുവാൻ കഴിയാത്തതുപോലെ ഒരു സ്ഥാനത്ത് അവർ എത്തിച്ചേരുമെന്നത്രേ. അവൻ അവരെ ബാബിലോന്യ അടിമത്തത്തിലേക്ക് അയക്കുവാൻ പോകുകയാണ്. ഈ പാഠം പഠിപ്പിച്ച വിധം വളരെ നല്ലതാണല്ലേ? തൻ്റെ ജനത്തെ പഠിപ്പിക്കുവാൻ ദൈവം ഉപയോഗിക്കുന്ന മാർഗങ്ങൾ പലപ്പോഴും വിചിത്രമായി തോന്നാവുന്നതാണ്. എന്നാൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. 16-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ കാണുന്നത്, 16-ാം വാക്യം, ഇരുട്ടാകുന്നതിനും നിങ്ങളുടെ കാൽ അന്ധകാര പർവ്വതങ്ങളിൽ ഇടറിപ്പോകുന്നതിനും മുമ്പേ നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് ബഹുമാനം കൊടുപ്പീൻ. അല്ലെങ്കിൽ നിങ്ങൾ പ്രകാശത്തിന് കാത്തിരിക്കെ അവൻ അന്ധതമസ്സും കൂരിരുട്ടും വരുത്തും. ദൈവം തൻ്റെ ജനത്തോട് പറയുന്നത്, ഇപ്പോൾ ഇതാ രാത്രി സമയമാകുന്നു, ഇതാ അന്ധകാരം കടന്നു വന്നുകൊണ്ടിരിക്കുന്നു, പർവ്വതങ്ങളിൽ നഷ്ടപ്പെട്ടിരിക്കുന്നതിനാൽ എവിടേക്ക് പോകണമെന്ന് നിനക്കറിയുവാൻ വയ്യാത്തൊരു സാഹചര്യം വന്നിരിക്കുന്നു. 19-ാം വാക്യം, തെക്കുള്ള പട്ടണങ്ങൾ അടയ്ക്കപ്പെട്ടിരിക്കുന്നു, തുറപ്പാൻ ആരുമില്ല, യഹൂദയെ മുഴുവനും പിടിച്ചുകൊണ്ടുപോയി, അശേഷം പിടിച്ചുകൊണ്ടുപോയി. വാസ്തവത്തിൽ എന്താണ് സംഭവിക്കുവാൻ പോകുന്നത് എന്ന് ദൈവം അവരോട് പറയുകയാണ്. താൻ എന്താണ് ചെയ്യുവാൻ പോകുന്നതെന്ന് അവൻ അവർക്ക് വ്യക്തമാക്കി കൊടുക്കുന്നു. ഞാൻ ഇനിയും 23-ാമത്തെ വാക്യമാണ് വായിക്കുന്നത്, 13-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യം. കൂശ്യന് തൻ്റെ ത്വക്കും പുള്ളിപ്പുലിക്ക് തൻ്റെ പുള്ളിയും മാറ്റുവാൻ കഴിയുമോ? എന്നാൽ ദോഷം ചെയ്യുവാൻ ശീലിച്ചിരിക്കുന്ന നിങ്ങൾക്കും നന്മ ചെയ്യുവാൻ കഴിയും. രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തി നന്മ ചെയ്യുക എന്നത് അസാധ്യമായ കാര്യമാണ്. നല്ലതെന്ന് പറഞ്ഞ് ചെയ്യുന്നതെല്ലാം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവ അല്ല. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അവൻ്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായി ചെയ്യാത്തിടത്തോളം ഒരു വ്യക്തി തനിക്കായും തൻ്റെ സ്വാർത്ഥ ലക്ഷ്യങ്ങൾക്കായും മാത്രമാണ് പ്രവർത്തിക്കുന്നത്. ഒരു ദുഷ്ടഹൃദയത്തിൽ നിന്നും ആത്മാർത്ഥമായി യാതൊന്നും വരുവാൻ സാധ്യതയില്ല എന്നോർക്കണം. ദൈവം താങ്കളോട് ചെയ്യുവാൻ പറയുന്ന കാര്യം അതേപടി ചെയ്യുവാൻ, ചോദ്യം ചെയ്യാതെ ചെയ്യുവാനുള്ള മനസ്സ് താങ്കൾക്കുണ്ടോ? ഇതുവരെ യിരെമ്യാവ് യോശിയാവിൻ്റെ ഭരണകാലത്താണ് പ്രവചിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് മാറുകയാണ്. 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യെഹോയാക്കീമിൻ്റെ ഭരണകാലത്ത് പ്രവചിക്കുന്നതാണ് നാം കാണുന്നത്. തൻ്റെ ഭരണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ യോശിയാവ് ഒരു വലിയ ഭോഷത്വം ചെയ്തു എന്ന് ഇതിനോടകം ഞാൻ പല പ്രാവശ്യം പറഞ്ഞു. അവൻ മിസ്രൈം രാജാവായിരുന്ന ഫറോ നെഖോയുമായി യുദ്ധം ചെയ്യുവാൻ പോയി. മെഗ്ദോയിൽ വെച്ച് യോശിയാവ് കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. യിരെമ്യാവ് യോശിയാവിന് വേണ്ടി വിലപിച്ചു. കാരണം യിരെമ്യാവ് യോശിയാവിൻ്റെ സ്നേഹിതനായിരുന്നു. യോശിയാവിൻ്റെ മരണശേഷം ദേശം വിഗ്രഹാരാധനയിലേക്ക് പിന്മാറിപ്പോവുകയാണ് ചെയ്തത്. ദേശത്ത് വരൾച്ച നാം കാണുന്നു. ദൈവം ജനത്തിന് ആദ്യമായി വരൾച്ചയെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് കൊടുക്കുന്നു. 14-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 4 വാക്യങ്ങളിൽ നാം വരൾച്ചയെക്കുറിച്ച് വായിക്കുന്നു. വരൾച്ചയെക്കുറിച്ച് യിരെമ്യാവിനുണ്ടായ യഹോവയുടെ വചനം, യഹൂദ ദുഃഖിക്കുന്നു, അതിൻ്റെ പടിവാതിൽക്കൽ ഇരിക്കുന്നവൻ ക്ഷീണിച്ചിരിക്കുന്നു.
അവർ കറുപ്പുടുത്ത് നിലത്തിരിക്കുന്നു. യെരൂശലേമിൻ്റെ നിലവിളി പൊങ്ങുന്നു. അവരുടെ കുലീനന്മാർ അടിയാരെ വെള്ളത്തിന് അയക്കുന്നു. അവർ കുളങ്ങളുടെ അടുക്കൽ ചെന്നിട്ട് വെള്ളം കാണാതെ വെറും പാത്രങ്ങളോടെ മടങ്ങി വരുന്നു. അവർ ലജ്ജിച്ച് വിഷണ്ണരായി തലമൂടുന്നു. ദേശത്ത് മഴയില്ലായ്കയാൽ നിലം ഉണങ്ങി വിണ്ടിരിക്കുന്നു. ഉഴവുകാർ ലജ്ജിച്ച് തലമൂടുന്നു. ഈ വരൾച്ച വളരെ കഠിനമായ ഒന്നായിരിക്കും. ആഹാബിൻ്റെ കാലത്ത് ഒരു വരൾച്ച ഉണ്ടായല്ലോ. അന്ന് ഏലിയാവായിരുന്നു ദൈവത്തിൻ്റെ ദൂത് അറിയിച്ചിരുന്നത്. ഇപ്പോൾ വരൾച്ച ഉണ്ടാകുന്നത് നാം വീണ്ടും കാണും. യിരെമ്യാവാണ് തെക്കേ ദേശമായ യഹൂദയ്ക്ക് ദൈവത്തിൻ്റെ ദൂത് അറിയിക്കുന്ന പ്രവാചകനായിട്ട് അന്നുണ്ടായിരുന്നത്. ദേശത്ത് മഴയില്ലായ്കയാൽ നിലം ഉണങ്ങി വിണ്ട് കീറിയിരുന്നു. 5-ാം വാക്യത്തിൽ അതിൻ്റെ കൂടുതൽ പ്രശ്നങ്ങളെക്കുറിച്ച് പറയുകയാണ്. മാൻപേട വയലിൽ പ്രസവിച്ചിട്ട് പുല്ലില്ലായ്കയാൽ കുട്ടിയെ ഉപേക്ഷിക്കുന്നു. കുടിക്കുന്നതിന് വെള്ളമോ മേയുവാൻ പുല്ലോ ഇല്ലാത്തതിനാൽ മൃഗങ്ങൾ അവയുടെ കുട്ടികളെപ്പോലും ഉപേക്ഷിച്ചിട്ട് പോകുന്നതായ ഒരു സ്ഥിതിവിശേഷം. അത് കുട്ടിയുടെയും തള്ളയുടെയും ജീവന് തന്നെ അപകടകരമായ കാര്യമാണ്. എന്താണ് ഇതിൻ്റെ എല്ലാം അർത്ഥം? ദൈവം അവരെ ന്യായം വിധിക്കുന്നു എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ വചനത്തിൽ വളരെയധികം വരൾച്ചയെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. അവയെല്ലാം ദേശത്തിന്മേലുള്ള ദൈവത്തിൻ്റെ ന്യായവിധി ആയിരുന്നു എന്നോർക്കണം. അവർ ജീവൻ്റെ ജലമായ ദൈവത്തെ ഉപേക്ഷിച്ച് അവർ ദൈവത്തെ തള്ളിക്കളഞ്ഞതുകൊണ്ട് ദേശം ഉണങ്ങി വരണ്ടിരുന്നത് പോലെ ജനത്തിൻ്റെ ജീവിതങ്ങളും ഉണങ്ങി വരണ്ട് ശുഷ്കിച്ചിരുന്നു. ഭൗതികമായ ഭൂമിയിൽ സംഭവിക്കുന്നത് തന്നെയാണ് ആത്മീയമായ രീതിയിൽ അവരുടെ ഹൃദയങ്ങളിലും സംഭവിക്കുന്നത് എന്ന് ദൈവം അവർക്ക് കാണിച്ചു കൊടുക്കുകയായിരുന്നു. ഇപ്പോഴത്തെ വരൾച്ചയുടെ അവസ്ഥ അതായിരുന്നു. യിരെമ്യാവ് ജനത്തിൻ്റെ പാപങ്ങൾ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് സമ്മതിക്കുന്നതാണ് 7-ാം വാക്യത്തിൽ നാം കാണുന്നത്. യഹോവേ, ഞങ്ങളുടെ അകൃത്യങ്ങൾ ഞങ്ങൾക്ക് വിരോധമായി സാക്ഷീകരിക്കുന്നു. എങ്കിൽ നിൻ്റെ നാമനിമിത്തം പ്രവർത്തിക്കണമേ. ഞങ്ങളുടെ പിന്മാറ്റങ്ങൾ വളരെയാകുന്നു. ഞങ്ങൾ നിന്നോട് പാപം ചെയ്തിരിക്കുന്നു. യിരെമ്യാവ് ജനത്തിൽ ഒരാളായി തന്നെ കാണുകയും പാപികളിൽ ഒരാളായി തന്നെ കാണുകയും ചെയ്യുന്നു. ഇവിടെ യാതൊരു വിധമായ സ്വയപ്രശംസയുമില്ല. ജനത്തെ വിമർശിക്കുന്ന രീതിയിൽ യിരെമ്യാവ് യാതൊന്നും തന്നെ ചെയ്യുന്നില്ല, പറയുന്നുമില്ല. യിരെമ്യാവ് പറയുന്നത്, ഞങ്ങൾ പിന്മാറിപ്പോയിരിക്കുന്നു. ദൈവമേ, ഞങ്ങൾ പിന്മാറിപ്പോയിരിക്കുന്നു. ഞങ്ങൾ നിന്നോട് പാപം ചെയ്തിരിക്കുന്നു. മറ്റുള്ളവരെ കുറ്റം പറയുന്നത് എളുപ്പമുള്ള കാര്യമാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 11-12 വാക്യങ്ങളിൽ നമ്മുടെ കർത്താവ് പറഞ്ഞിരിക്കുന്ന പരീശനെ പോലെയാണ് അവർ പ്രാർത്ഥിക്കുന്നത്. കർത്താവേ, ഞാൻ നല്ലവനാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഞാൻ വേർതിരിക്കപ്പെട്ടൊരു വിശ്വാസിയാണ്. ഞാൻ ഈ നല്ല കാര്യം ചെയ്യുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. ഞാൻ സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നു, ഞാൻ സുവിശേഷ വേലയ്ക്ക് കൊടുക്കുന്നു. എന്നാൽ അവിടെ താമസിക്കുന്ന ഇന്നാരുണ്ടല്ലോ, അവർ വളരെ മോശക്കാരാണ്. കർത്താവേ, നീ അവരെ ഒന്ന് ശരിയാക്കണേ. അവർ നിനക്ക് വേണ്ടി യാതൊന്നും ചെയ്യുന്നില്ല. ഇന്നാരുണ്ടല്ലോ, അവളാണെങ്കിൽ വളരെ നുണ പറയുന്നവളാണ്. ദൈവജനവുമായി ഏകീഭവിക്കുന്നത് ഈ വിധത്തിലല്ല. ഈ വിധത്തിലുള്ള പ്രാർത്ഥന യിരെമ്യാവ് പ്രാർത്ഥിച്ചില്ല എന്ന കാര്യം ശ്രദ്ധിക്കുക. പാപം ചെയ്ത ജനവുമായി താൻ തന്നെ ഏകീഭവിപ്പിച്ചുകൊണ്ട് യിരെമ്യാവ് ഇപ്രകാരം പറഞ്ഞു, ഞങ്ങൾ പിന്മാറിപ്പോയിരിക്കുന്നു, ഞങ്ങൾ പാപം ചെയ്തിരിക്കുന്നു. അതേ പ്രിയ സുഹൃത്തെ, നിങ്ങളുടെ പാപങ്ങളെയും ജനത്തിൻ്റെ പാപങ്ങളെയും സമ്മതിച്ചേറ്റു പറഞ്ഞുകൊണ്ട് ദൈവം മുൻപാകെ നിങ്ങൾ കടന്നു ചെല്ലുമെങ്കിൽ നിങ്ങൾക്ക് ജനത്തോട് ദൈവത്തിൻ്റെ ന്യായവിധിയെക്കുറിച്ച് പറയുവാൻ കഴിയും. എന്നാൽ അപ്രകാരം നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയാത്തിടത്തോളം കാലം ദൈവത്തിനു വേണ്ടി ജനത്തോട് സംസാരിക്കുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ല എന്ന് മറക്കരുത്. ഈ 14-ാം അധ്യായത്തിൽ മുമ്പോട്ട് നാം വായിക്കുമ്പോൾ അന്ധകാരം കൂടുതൽ ശക്തി പ്രാപിക്കുന്നതായും ജനം അന്ധകാര പർവ്വതത്തിൽ ഇടറിപ്പോകുന്നതായും കാണുവാൻ കഴിയും. ഞാൻ 13-ാം വാക്യം ഒന്ന് വായിക്കാം. 14-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം. അതിന് ഞാൻ, അയ്യോ യഹോവയായ കർത്താവേ, നിങ്ങൾ വാൾ കാണുകയില്ല, നിങ്ങൾക്ക് ക്ഷാമമുണ്ടാകുകയില്ല. ഞാൻ ഈ സ്ഥലത്ത് സ്ഥിരമായുള്ള സമാധാനം നിങ്ങൾക്ക് നൽകും എന്ന് പ്രവാചകന്മാർ അവരോട് പറയുന്നു എന്ന് പറഞ്ഞു. കള്ളപ്രവാചകന്മാർ സമാധാനവും ഐശ്വര്യവും പ്രവചിച്ചു കൊണ്ടിരുന്നു. അത് അന്നും ഇന്നും എന്നും ഒരുപോലെ ശരിയാണ്. സകലവും ഭംഗിയായിരിക്കുന്നു എന്നത്രേ അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. യാതൊരു കുഴപ്പവുമില്ല, ഒന്നുകൊണ്ടും പ്രയാസപ്പെടേണ്ട. എന്നാൽ യഥാർത്ഥ സ്ഥിതി എന്തായിരുന്നു? അത് നമുക്കിപ്പോൾ മനസ്സിലാകും. 14-ാം വാക്യത്തിൽ നാം കാണുന്നത്,
യഹോവ എന്നോട് അരുളി ചെയ്തത്, പ്രവാചകന്മാർ എൻ്റെ നാമത്തിൽ ഭോഷ്ക് പ്രവചിക്കുന്നു. ഞാൻ അവരെ അയച്ചിട്ടില്ല, അവരോട് കൽപ്പിച്ചിട്ടില്ല, അവരോട് സംസാരിച്ചിട്ടുമില്ല. അവർ വ്യാജദർശനവും പ്രശ്നവാക്യവും ഇല്ലാത്ത കാര്യവും സ്വന്തം ഹൃദയത്തിലെ വഞ്ചനയും നിങ്ങളോട് പ്രവചിക്കുന്നു. യോശിയ രാജാവ് മരിച്ചു കഴിഞ്ഞതിനാൽ യിരെമ്യാവ് ഇപ്പോൾ ഏകനായി തീർന്നിരിക്കുകയാണ്. താൻ പറയുന്ന കാര്യങ്ങളാണോ അതോ മറ്റ് പ്രവാചകന്മാർ പറയുന്നതാണോ ശരി എന്ന സംശയം യിരെമ്യാവിൻ്റെ മനസ്സിൽ ഉയർന്നു വന്നിരിക്കാനിടയുണ്ട്. യിരെമ്യാവിന് ഈ കാര്യത്തിൽ നിശ്ചയമില്ലാതിരുന്നത് കൊണ്ട് അതിനെക്കുറിച്ച് അറിയുവാൻ അവൻ ദൈവസന്നിധിയിൽ ചെന്നു. ദൈവം അവന് ഇപ്രകാരം ഉറപ്പ് കൊടുത്തു, യിരെമ്യാവേ, കള്ളപ്രവാചകന്മാർ ഭോഷ്ക് പറയുന്നു, ഞാൻ അവരെ അയച്ചിട്ടില്ല. നീയാണ് യിരെമ്യാവേ എൻ്റെ ദൂത് വാസ്തവത്തിൽ അറിയിക്കുന്നത് എന്ന്. ഈ ഉറപ്പ് ദൈവത്തിങ്കിൽ നിന്നും ലഭിച്ചതിനാൽ യിരെമ്യാവ് കൂടുതൽ തീഷ്ണതയോടെ വീണ്ടും നിൽക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. 17-ാം വാക്യത്തിൽ നാം കാണുന്നത്, നീ ഈ വചനം അവരോട് പറയണം, എൻ്റെ കണ്ണിൽ നിന്ന് രാവും പകലും ഇടവിടാതെ കണ്ണുനീർ ഒഴുകട്ടെ. എൻ്റെ ജനത്തിൻ്റെ പുത്രിയായ കന്യക കഠിനമായി തകർന്നും വ്യസനകരമായി മുറിവേറ്റും ഇരിക്കുന്നു. താൻ പറയുന്ന ദൂത് യിരെമ്യാവിൻ്റെ ഹൃദയത്തെ തകർക്കുന്നതായിരുന്നു. ജനത്തോട് ദൂത് അറിയിക്കുമ്പോൾ യിരെമ്യാവ് കരയുകയായിരുന്നു. തൻ്റെ ഹൃദയത്തിൽ വ്യഥയുണ്ട് എന്ന് അറിയത്തക്ക ആളുകളെ ആയിരുന്നു ദൈവം എപ്പോഴും തിരഞ്ഞെടുത്തിരുന്നത്. അങ്ങനെയുള്ളവരെയാണ് ദൈവത്തിന് ആവശ്യം. യിരെമ്യാവ് ദൈവത്തിൽ നിന്നുള്ള ദൂത് കൊടുത്തു എന്ന് മാത്രമല്ല, ദൈവത്തിൻ്റെ ഹൃദയവികാരങ്ങളും അവൻ വെളിപ്പെടുത്തുകയാണ് ചെയ്തത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വെറുതെ എന്തെങ്കിലും വിളിച്ചു പറയുന്നത് കൊണ്ടായില്ല. വാസ്തവത്തിൽ ദൈവം കൊടുക്കുവാൻ ആഗ്രഹിക്കുന്ന ദൂതിലൂടെ എങ്ങനെയുള്ളൊരു വികാരമാകുന്നു ജനങ്ങളിലേക്ക് പകരുവാൻ ആഗ്രഹിക്കുന്നത് എന്ന കാര്യം ദൂത് കൊടുക്കുന്ന ആൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നാം എല്ലാവരും ദൈവത്തിൻ്റെ സാക്ഷികളാകുന്നു എന്ന കാര്യം ഓർത്തിരിക്കേണ്ടതാണ്. താങ്കളൊരു ദൈവപൈതലാണെങ്കിൽ താങ്കൾ ദൈവത്തിൻ്റെ ഒരു സാക്ഷിയാണ്. താങ്കളുടെ ജീവിതത്തിൽ കൂടി താങ്കൾ സംസാരിച്ചു കൊണ്ടിരിക്കും. നാം പറയുന്ന വചനത്തിനനുസരിച്ച് ജീവിതം നമ്മിൽ നിന്നും മറ്റുള്ളവർ കാണുവാനിടയാകണം. നമ്മുടെ ജീവിതത്തിൽ കൂടി മറ്റുള്ളവർ കർത്താവിനെ വായിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഇടയാകേണ്ടത് ആവശ്യമാണ്. ദൈവത്തിൻ്റെ വചനമാണ് നാം ലോകത്തോട് വിളിച്ചറിയിക്കുന്നത് എന്ന ചിന്ത എല്ലായ്പ്പോഴും നമ്മെ ഭരിക്കേണ്ടത് ആവശ്യമാണ്. അതാണ് അനുഗ്രഹം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താൻ ശുശ്രൂഷിക്കുന്ന ജനത്തെ തൻ്റെ ഹൃദയത്തിൽ വഹിക്കുന്നവനായിരിക്കണം ഒരു യഥാർത്ഥ ദൈവവേലക്കാരൻ. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് ക്രിസ്തു തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമത്തുകൊണ്ട് ക്രൂശിന്മേൽ കയറിയതിൻ്റെ നിഴൽ നമുക്കിവിടെ ദർശിക്കുവാൻ സാധിക്കുന്നു.